Hello, good evening. Welcome back to Xylem Learning. This is Shabari Srinivas. So, മക്കളെ ഫിസിക്സിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് വർക്ക് എനർജി. അവസാന ഭാഗം നമുക്ക് പവറിനെ കുറിച്ചും പഠിക്കാനുണ്ട്. സോ വർക്ക് എനർജി ആൻഡ് പവർ ഈ ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. റെഡിയാണ്, കാണാം, കേൾക്കാം. ഈ ചാപ്റ്റർ കൃത്യമായി മനസ്സിലാക്കി വെക്കാൻ, പഠിച്ചു വെക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ. ജസ്റ്റ് കേൾക്കുകയല്ല, ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു ക്ലാസ്സോട് കൂടി ഈ ചാപ്റ്ററിലെ കാര്യങ്ങൾ, ഫസ്റ്റ് പാർട്ടിലെ കാര്യങ്ങൾ മാത്രം കേട്ടോ, ആ കാര്യങ്ങൾ മൊത്തം പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആളുകൾ കമന്റ് ബോക്സിൽ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഇട്ടൊന്ന് വന്നേടാ, ഒന്ന് കാണട്ടെ. യെസ്, കുറച്ച് പേരെ കാണാം കമന്റ് ബോക്സിൽ. ആയിഷാസ് ബ്യൂട്ടിഫുൾ ഡേയ്സ്, കൊള്ളാം. റിസ, ദേവരിഷ്, എവിടെടാ, കാണാമോ കേൾക്കാമോ? ഒന്ന് കമന്റ് ബോക്സിൽ വന്നേ. കാണുമെങ്കിൽ ആ കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേടാ. ഒരു തംസ് അപ്പ് ആയിട്ടോ ഒരു ഹാർട്ട് ആയിട്ടോ ഒന്ന് വന്നേ മക്കളെ, പെട്ടെന്ന്. എവിടെ, കാണാം കേൾക്കാം തന്നെ വിചാരിക്കുന്നു. കാണുന്ന ആളുകളൊക്കെ എവിടെടാ? കുറച്ച് പേര് വാച്ച് ചെയ്യുന്നൊക്കെ കാണാനുണ്ട്. കമന്റ് ആയിട്ട് കാണുന്നില്ല മക്കളെ. യെസ്, റെഡി. ലിസ ആദ്യത്തെ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, ലിസ. സോ മക്കളെ, ഫസ്റ്റ് കാര്യം, ഈ രണ്ട് ടേംസും നമുക്ക് കൃത്യമായി കേട്ടതാണ്, നമുക്ക് പരിചയമുള്ള ടേംസ് ആണ് അല്ലേ? വർക്ക് ആൻഡ് എനർജി നമ്മളെ ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ടേംസ് ആണത്. പക്ഷെ ഈ ടേമിനെ കുറിച്ചാണോ നമുക്ക് പഠിക്കാനുള്ളത്? ആ കാര്യം ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്കറിയാം, നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിക്കും അല്ലേ? ഈ പ്രായത്തിൽ, നിങ്ങളെ പ്രായത്തിൽ, എൻ്റെ പ്രായത്തിൽ തന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കേണ്ട ആവശ്യമാണ്. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? നന്നായിട്ട് ഫുഡ് കഴിക്കണം, നന്നായിട്ട് വളരാൻ നമുക്ക് കേട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? ഒന്ന് പറഞ്ഞേ. യെസ്, വർക്ക്, ഫുൾ മാർക്ക്, ടോട്ടൽ എഫേർട്ട്. എന്താടാ, നമുക്ക് കിട്ടും മക്കളെ, ഒരു പേടിയും വേണ്ട. യെസ്, കാണാം കേൾക്കാം. ഇപ്പോഴാണ് കമന്റ് വന്നത്. എന്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? രണ്ട് കാര്യങ്ങൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കുന്നത്. ഒന്ന്, എന്തിനാ? ടേസ്റ്റിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. രണ്ടാമത്, നമ്മുടെ നീഡായിട്ട് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഫുഡ് കഴിക്കും. ഒന്ന്, നമുക്ക് ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം, നമ്മുടെ ജീവൻ നിലനിന്ന് പോകണം അല്ലെ? നമ്മുടെ ജീവൻ നിൽക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ആക്ടിവിറ്റീസ് നടക്കണം. ആ ആക്ടിവിറ്റീസിന് എനർജി ആവശ്യമാണ്. സോ ആ എനർജി കിട്ടാൻ നമ്മൾ ഫുഡ് കഴിക്കും. സോ നമുക്ക് രണ്ടാമത്തെ കാര്യത്തെ കുറിച്ചാണ് പറയേണ്ടത്. നമുക്ക് വർക്ക് ചെയ്യണം, ചില പ്രോസസ്സുകൾ ചെയ്യണം, ചില ആക്ടിവിറ്റീസ് ചെയ്യണം. ഇതിനും എന്ത് വേണ്ട? നമുക്ക് എനർജി വേണം. സോ നമ്മുടെ എനർജിയുടെ സോഴ്സ് ആണ് ഫുഡ്. ആ ഫുഡ് കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. കൃത്യമായിട്ട് നമുക്ക് അറിയുന്ന കാര്യം അല്ലെ? നമ്മുടെ എനർജിയുടെ സോഴ്സ് നമ്മൾ കഴിക്കുന്ന ഫുഡാണ്. ആ ഫുഡിൽ നിന്ന് എനർജി എടുത്തിട്ട് ആ എനർജി വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യും. ശരിയല്ലേടാ? ഈ കാര്യം നമുക്ക് അറിയുന്നതാണ്. ഇതേ കാര്യമാണോ എല്ലാ സ്ഥലത്തും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അല്ല. നമ്മൾ ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ എൻജിൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇതാടാ മനോഹരമായിട്ടുള്ള ഒരു കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ കാറിക്ക് നോക്കിയേ, ഈ കാർ എങ്ങനെയാ വർക്ക് ചെയ്യാം? അതിന് എനർജി വേണം. ആ എനർജി കിട്ടാൻ നമ്മൾ എന്ത് ഉപയോഗിക്കടാ? ഫ്യൂവൽ ഉപയോഗിക്കും അല്ലെ? പെട്രോളോ ഡീസലോ, ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയോ എന്തെങ്കിലും ഉപയോഗിക്കും. സോ യൂസിങ് ദാറ്റ് എനർജി കാറ് വർക്ക് ചെയ്യും. ഈ കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് കൃത്യമായിട്ടും അല്ലെ? കൃത്യമായിട്ടും അറിയാം. സോ വർക്ക് ചെയ്യാൻ എനർജി ആവശ്യമാണ്. സോ നമ്മളെ കോൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇവിടെ പറഞ്ഞ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഇതേ വർക്ക് തന്നെയാണോ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള? ആ കാര്യത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. റെഡി അല്ലേടാ നിങ്ങൾ? സോ നമുക്ക് ബേസിക്കലി അറിയാം, വർക്ക് ചെയ്യാൻ എനർജി ആവശ്യമാണ്. ഫിസിക്കലി അല്ലെങ്കിൽ നമ്മളെ ഹ്യൂമൻ ബീയിങ്സിനെയോ ആനിമൽസിനെയോ കൺസിഡർ ചെയ്യുമ്പോൾ ദേ വിൽ ടേക്ക് എനർജി ഫ്രം ദെയർ ഫുഡ് അല്ലെ? ഇലക്ട്രോണിക് ഡിവൈസോ മെഷീൻസ് ഒക്കെ ആവുന്ന സമയത്ത് ദേ നീഡ് എനർജി. നമ്മൾ എനർജി ഡീസലായിട്ടോ പെട്രോളായിട്ടോ ഇലക്ട്രിസിറ്റി ആയിട്ടോ എന്തായിട്ട് കൊടുക്കും. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ ചാപ്റ്ററിലേക്ക് ഒന്ന് വരാനുള്ള തയ്യാറെടുപ്പ് മാത്രമാണ് നടത്തുന്നത്. സോ മക്കളെ, ഇവിടെ നോക്കണം, നമുക്ക് വർക്ക് എന്ന കാര്യം നമ്മുടെ ഡെയിലി ലൈഫുമായി ബന്ധപ്പെടുത്തിയതാ ഇങ്ങനെ പറയാൻ പറ്റും. ഇൻ ഡേ ടു ഡേ ലൈഫ് വി കൺസിഡർ എനി യൂസ്ഫുൾ ഫിസിക്കൽ ഓർ മെന്റൽ ലേബർ ആസ് വർക്ക് അല്ലെ? ഇത് പഠിക്കാനുള്ള കാര്യമൊന്നുമല്ല. എന്താണ് ഒരു വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു തെങ്ങിൽ നിന്ന് ഒരു തേങ്ങ വീണു. ആ തേങ്ങ ഞാൻ എടുത്ത് അവിടെ അടുക്കള ഭാഗത്ത് കൊണ്ടുവച്ചു. ഞാനൊരു വർക്ക് ചെയ്തു. ശരിയല്ലേടാ? നിങ്ങൾ മനോഹരമായ ഒരു കവിത എഴുതി, നിങ്ങൾ ഒരു ബുക്ക് വായിച്ചു. സോ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ വിൽ കൺസിഡർ ദാറ്റ് ആസ് വർക്ക്.
കൃത്യമല്ലേ? നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താലോ, ഇവൻ ഒരു മെന്റൽ ആക്ടിവിറ്റി, നമ്മൾ മനസ്സുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചു, വിശാലമായി എന്തൊക്കെയോ ചിന്തിച്ച് 2 വരി പേപ്പറിൽ കുറിച്ചിട്ടു. ഏതോ മഹാനായ ചിത്രകാരനായിരുന്നു, അയാൾ അരമണിക്കൂർ ഇരുന്ന് ചിന്തിച്ച് 4 വരി കുറിച്ചിട്ടു. ആ വരിക്കൊക്കെ ഭയങ്കര അർത്ഥമായിരുന്നു. സോ അയാൾ ചെയ്തും വർക്കാണ്. സോ ഇൻ അവർ ഡെയിലി ലൈഫ്, ഇൻ ഡേ ടു ഡേ ലൈഫ് വി ക്യാൻ സീ വർക്ക് എന്താ, ഒരു ഫിസിക്കൽ ഓർ മെന്റൽ ലേബർ ആണ്, ഒരു ജോലിയാണ് വർക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെ? ഈ കോൺസെപ്റ്റിലാണോ നമ്മൾ വർക്ക് മനസ്സിലാക്കേണ്ടത്? ഈ കോൺസെപ്റ്റ് ആണോ നമ്മൾ അളക്കാൻ പോകുന്നത്? അല്ല. കൃത്യമായി നോക്കണം മക്കളെ. there is a difference in the way we use the term work in day to day life and in science. എന്താണ് ആ ഡിഫറൻസ്? ഈ കാര്യമാണ് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. 2 കേസിലും നമ്മൾ വർക്ക് മെഷർ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. വർക്കിന്റെ ഇക്വേഷൻ ആയിട്ട്, വർക്കിനെ ഫോർമുല ആയിട്ട് പറയാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? സയൻസിൽ ഉപയോഗിക്കുക. എങ്ങനെയാണ് ആ കാര്യം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രസല്ലേടാ? നമ്മൾ ഡെയിലി ചെയ്യുന്ന വർക്ക് അല്ല വർക്ക്. മക്കളെ, നിങ്ങൾ പ്രൊമോ വീഡിയോ കണ്ടോടാ? പ്രൊമോ വീഡിയോയിൽ ആ പയ്യനെ കൊണ്ട്, നമ്മളെ നിവിലിനെ കൊണ്ട് ഞാൻ കാറ് തള്ളിച്ചിരുന്നു. അവൻ തള്ളി ക്ഷീണിച്ച് ഒരു പപ്സും ചായയും ചോദിച്ചു ഞാൻ അവനെ പറ്റിച്ചു വിട്ടു. നിങ്ങൾ കണ്ടിരുന്നോടാ? നിങ്ങൾ കണ്ട ആളുകൾ ഒന്ന് പറഞ്ഞേ. അവൻ നമ്മൾ പറ്റിച്ചു വിട്ടു അല്ലെ? നീ വർക്ക് ചെയ്തിട്ടില്ല, നീ വണ്ടി തള്ളി മുന്നോട്ട് നീങ്ങിയിട്ടില്ല, നീ ഫോഴ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അപ്പൊ അവിടെ വർക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിക്കണം. അതിന്റെ മുന്നേ നമുക്കൊരു കാര്യം നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഡെയിലി ലൈഫിൽ ചെയ്യുന്ന ആക്ടിവിറ്റി വർക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഫിസിക്കലി എന്നുള്ള കാര്യം നോക്കാം. സോ മക്കളെ, നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ ഇവിടെ കാണാം. അവളുടെ എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. സോ അവർ പഠിച്ച് എല്ലാ സമയവും പഠിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പറയും എന്താണ്? ഷീസ് ഹാർഡ് വർക്കിംഗ് അല്ലെ? അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയും അല്ലെ? ഷീസ് വർക്കിംഗ് ഹാർഡ്, ഷീസ് ഹാർഡ് വർക്കിംഗ് എന്ന് പറയും അല്ലേടാ? പക്ഷേ നമ്മൾ സയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് ഈസ് ലെസ്. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന പോലെ നോർമലി യൂസ് ചെയ്താൽ ഷീ ഈസ് വർക്കിംഗ് വെരി വെരി ഹാർഡ്. പക്ഷെ ഫിസിക്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വർക്ക് വളരെ കുറവാണ്. ഷീ ഈസ് വർക്കിംഗ് വെരി മച്ച് ലെസ്. അയ്യോ, അതെന്ത് പറ്റി? എന്നാൽ ഇവളുടെ ക്ലാസ്സിലെ വേറെ ഒരു പയ്യനുണ്ട്. ദാ അവനെ കണ്ടോ നിങ്ങൾ? അവൻ പുറത്തേക്ക് കാഴ്ചകൾ കണ്ട്, ജനലിലൂടെ കാഴ്ചകൾ കണ്ട് നോക്കിയിരിക്കുക. ഇവന്റെ കാഴ്ചകൾ കുറച്ച് ദൂരത്തിൽ കൂടി മനോഹരമായിട്ട് കാണാൻ ഇവൻ ആകെ ചെയ്ത ഒരു കാര്യം, ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്ന അവൻ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരുന്നിട്ട് ജനലിലൂടെ കാര്യങ്ങൾ നോക്കുകയാണ്. നമ്മൾ പറയും, നമ്മുടെ പാരന്റ്സ് പറയും, ഒപ്പമുള്ളവർ പറയും ഇവൻ ലേസിയാണ്, ഇവൻ മടിയനാണ്, അവൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ സയൻസ് പറയും അവൻ ചെയ്ത വർക്ക് കൂടുതലാണ്. എന്ത്? അവൻ ചെയ്ത വർക്ക് കൂടുതലാണ്. എങ്ങനെയാണത് പോസിബിൾ ആയത്? ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കണ്ടേടാ അല്ലെ? ഇനി പരീക്ഷയാവുന്ന സമയത്ത് ആരും ബുക്ക് വായിക്കാതെ ജനലിലൂടെ നോക്കിയത് ഞാൻ കുറെ വർക്ക് ചെയ്തെന്ന് പറയാൻ നിൽക്കരുത്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന 2 വർക്കുകളും ഡിഫറെന്റ് ആണെന്നുള്ള ഐഡിയ നമുക്കുണ്ട്. ഓക്കെ, എങ്ങനെയാണ് മക്കളെ ഇവൻ കൂടുതൽ വർക്ക് ചെയ്തത്? ഈ പെൺകുട്ടി ആ ഇരുന്ന സീറ്റിൽ നിന്ന് അനങ്ങാതെ ആ റൂമിന്റെ അകത്ത് മാത്രം അടച്ചിരിക്കുകയാണ് അല്ലെ? സോ ഇവള് അവിടെ നിന്ന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല. പക്ഷെ ഇവൻ ചെയ്ത കാര്യം എന്താ? ഗ്രൗണ്ട് ഫ്ലോറിൽ നിലത്ത് താഴ്ന്ന നിലയിലുണ്ടായിരുന്ന അവൻ സ്റ്റെപ്പ് കയറി വന്ന് മുകളിരുന്ന് കാഴ്ചകൾ കാണുകയാണ്. സോ അവന്റെ ബോഡിയെ തന്നെ മുകളിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവൻ വർക്ക് ചെയ്തു. കാര്യം മനസ്സിലായോടാ? സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫിസിക്കലി കാണുന്ന വർക്ക് അല്ല വർക്ക്. ഫിസിക്സിൽ അല്ലെങ്കിൽ സയൻസിൽ നമ്മൾ അതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഈ കാര്യമാണ് മക്കള് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോടാ? ഈ പറഞ്ഞ സിമ്പിൾ കാര്യം രണ്ടും 2 വർക്കാണ് എന്ന കാര്യം ക്ലിയർ ആയ മക്കൾ ആ കമന്റ് ബോക്സിൽ ഒരു വിക്ടറി സൈൻ, ഒരു വി സൈൻ പെട്ടെന്ന് ഇട്ടേടാ, ഞാനൊന്ന് കാണട്ടെ. ക്ലിയർ ആണ്, കൃത്യമായി കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ വി ഫോർ വിക്ടറി. കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ബോക്സിൽ വന്ന് കാണിച്ചേടാ. യെസ്, എവിടെ മക്കള്? സോ ഈ കാര്യത്തിലേക്ക് ഒന്നും അല്ല നമുക്ക് വരാറ്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വർക്കിന്റെ കാര്യം പഠിക്കാണ്ട്, ഇക്വേഷൻസ് പഠിക്കാണ്ട്, ചെറിയ ഡെറിവേഷൻസ് ഉണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. ഇതിലേക്കൊക്കെ നമ്മൾ മെല്ലെ വരും. എടാ, ഞാൻ നിങ്ങളെ കമന്റ് ഇടുന്ന അതേ സമയത്ത് യെസ് വി ഫോർ വിക്ടറി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് മക്കളെ. യെസ്, ദിസ് ഈസ് ഇറ്റ്. നോക്കട്ടെ മക്കളെ, ഇവിടെ ഒരാളുണ്ട്. നോക്കിക്കേ, ഒരാളുണ്ട്.
അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഒന്ന് നോക്കിയിട്ട് പറയാം. എന്താ ചെയ്യുന്നത്? വളരെ വലിയൊരു റോക്ക് കാണാം, ഒരു ഹ്യൂജ് റോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ? ആ റോക്കിനെ ഇയാൾ തള്ളിക്കൊണ്ടേയിരിക്കുക. ഹി ഈസ് പുഷിങ് എ ഹ്യൂജ് ഹെവി റോക്ക്. ഇവിടുത്തെ വർക്ക് എത്രയാണെന്നറിയോ? വർക്ക് ഈസ് ഈക്വൽ ടു 0 ആണ്. സയൻസിൽ നമ്മൾ പറയുന്ന വർക്ക് 0 ആണ്. പക്ഷെ ഫിസിക്കലി നോക്കിയാൽ പാവം അല്ലെ, വിയർത്തൊഴുകുന്നുണ്ട്, അയാൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോ അവിടെ വർക്ക് 0 ആയി. എന്തുകൊണ്ടാണ് 0? പഠിക്കണ്ടേടാ. ഈ കേസിൽ ഇവൻ എന്തുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്തു? ആ പെൺകുട്ടി സയൻസിലെ വർക്ക്, നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്ക് എന്തുകൊണ്ട് കുറച്ച് ചെയ്തു? ഈ കാര്യത്തെ കുറിച്ചാണ് നമുക്ക് കൃത്യമായി പഠിക്കേണ്ടത്. സോ അതിനായി നമ്മൾ പറയുന്നു സയന്റിഫിക് കോൺസെപ്ഷൻ ഓഫ് വർക്ക്. സയന്റിഫിക് ആയിട്ട് ആ ഒരു വർക്കിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഈ കാര്യം മുതലാണ് എക്സാമിന് ചോദിക്കാൻ പോകുന്ന കാര്യം. ഇവിടെ നിന്ന് മക്കൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു പോകാം. റെഡി അല്ലേടാ? കൃത്യമായി നോക്കുക. ടു അണ്ടർസ്റ്റാൻഡ് വൈ വി വ്യൂ work and define work from the point of view of science, let us consider some situations. നമ്മൾ എന്തുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ കേസിൽ വർക്ക് ഇല്ല എന്നും ആ ബോയ് ചെയ്ത വർക്ക് കൂടുതലാണെന്നും ആ പെൺകുട്ടി ചെയ്ത വർക്ക് കുറവാണെന്നും പറഞ്ഞത് കൃത്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നു മക്കളെ. നോക്കണം ആദ്യത്തെ സിറ്റുവേഷൻ എന്താണെന്ന് കാണാൻ പറ്റുന്നത്. എ ബോയ് ഈസ് പുഷിങ് എ ടേബിൾ. കാണാൻ നിൽക്ക് അല്ലെ? ഈ ബോയ് ഒരു ടേബിളിനെ പുഷ് ചെയ്യാണ്. And the table is displaced to some distance like this. ആ ടേബിൾ, അയ്യോ ബോയ് അടക്കം വന്നല്ലോ, അങ്ങനെ വേണ്ട. The table is displaced to somewhere here. So ഈ കേസിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ മക്കളെ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, the boy is pushing അല്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, table is displaced. എന്താ പറഞ്ഞത്? The first one, boy is pushing, and the second one, table is displaced. കാര്യം മനസ്സിലായോടാ? സോ ഇവിടുത്തെ വർക്ക് എന്താ? വർക്ക് ഡൺ, വർക്ക് ചെയ്തിട്ടുണ്ട്. കാര്യം മനസ്സിലായോ? രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസിൽ ഒരു പെൺകുട്ടി അവൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ ട്രോളി വലിച്ചു കൊണ്ടുപോവുകയാണ്. ഷീ ഈസ് പുള്ളിങ് അല്ലെ? ഷീ ഈസ് പുള്ളിങ് സംതിങ്. ആ പുള്ള ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവുക? ഓഫ് കോഴ്സ് ദാറ്റ് ട്രോളി വിൽ മൂവ്, വിച്ച് മീൻസ് ആ ട്രോളിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. എന്തുണ്ടാവും? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും. ശരിയല്ലേടാ? സോ ഒന്നാമത്തെ കാര്യം പുള്ള, രണ്ടാമത്തെ കാര്യം ഡിസ്പ്ലേസ്മെന്റ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ അവിടെ എന്ത് സംഭവിച്ചു? വർക്ക് ഡൺ, വർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാര്യം മനസ്സിലായോടാ? മനസ്സിലായി അല്ലേ? സോ മൂന്നാമത്തെ ഒരു കേസ് നോക്കിക്കേ മക്കളെ. മൂന്നാമത്തെ കേസിൽ എ ജെന്റിൽമാൻ ഈസ് ലിഫ്റ്റിംഗ് എ ബോക്സ്. ഒരു ഹെവി ബോക്സ് ലിഫ്റ്റ് ചെയ്യാം. ഈ ബോക്സ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായി ലിഫ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ഒബ്ജക്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണേ നമ്മളെ നട്ടൽ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വേണം ലിഫ്റ്റ് ചെയ്യാൻ. ഇങ്ങനെയൊന്നും ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബയോളജി ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ആ സ്റ്റെപ്പുകൾ ഞാനിവിടെ വെച്ചു എന്ന് മാത്രം. നമുക്ക് വേണ്ടതാ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരുന്ന ബോക്സ് ഹി ലിഫ്റ്റഡ് ടു എ ഹൈറ്റ് h. ഒരു ഹൈറ്റ് h-ലേക്ക് ആ ബോക്സ് ലിഫ്റ്റ് ചെയ്യും. വർക്ക് ചെയ്തിട്ടുണ്ടോടാ? ഹീസ് ലിഫ്റ്റിംഗ് ആക്ച്വലി ഹീസ് പുള്ളിങ് ദാറ്റ് അപ്പ് അല്ലെ? ലിഫ്റ്റ് ചെയ്യാറ് എന്താ? ഹീസ് പുള്ളിങ് ദാറ്റ് അപ്പ്. ശരിയല്ലേടാ? രണ്ടാമത്തെ കാര്യം എന്താ? സോഡ പുള്ളുണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താ? നിലത്തിരുന്ന ബോക്സ് ഈസ് ഡിസ്പ്ലേസ്ഡ്. സോ രണ്ടാമത് പറഞ്ഞ കാര്യം ഉണ്ടായി, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. മനസ്സിലായോ മക്കളെ? സോ ഇവിടെയും എന്ത് ചെയ്തോടാ? വർക്ക് ഈസ് ഡൺ. കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലായി. സോ വർക്ക് ചെയ്യണമെങ്കിൽ there are two factors. നമ്മൾ ഏതൊക്കെ കണ്ടു? ആദ്യം പുഷ് കണ്ടു, പിന്നെ പുള്ള് കണ്ടു, വീണ്ടും പുള്ള് കണ്ടു. ശരിയല്ലേടാ? സോ പുഷ് പുള്ള്, ഇതിന് നമ്മൾ എന്ത് ടേമാ വിളിക്കുക? എ പുഷ് ഓർ പുൾ ഈസ് കോൾഡ് എന്താ വിളിക്കുക സുന്ദര? ബോസ് ഗെയിമിങ്. ഒരു പുഷ് അല്ലെങ്കിൽ പുള്ള്, അത് നമുക്ക് സയന്റിഫിക്കലി നമുക്ക് എന്തായിട്ട് വിളിക്കാം? യെസ്, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഫോഴ്സ്. എന്താ വേണ്ടത്? ഫോഴ്സ് വേണം. പഠിച്ചില്ലേ മക്കളെ? വർക്ക് ഡൺ എന്ന് നമ്മൾ സയൻസിൽ പറയണമെങ്കിൽ, ഫിസിക്സിൽ പറയണമെങ്കിൽ the first thing that we want is some force. പഠിച്ചോടാ മക്കളെ? രണ്ടാമത്തെ കാര്യം എന്താ? the object must be displaced. എന്ത് വേണം? the object must be displaced. വർക്ക്
നടന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഫോഴ്സും വേണം, ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റും വേണം, which means ഒബ്ജക്റ്റിന്റെ പൊസിഷനും ചേഞ്ച് ചെയ്യണം. പഠിച്ചോടെ മക്കളെ, മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായ ആളുകളുടെ ഒരു ഫയർ ആണ് നമുക്ക് ആവശ്യം. സോ ഇത്രയേ ഉള്ളൂ, ബേസിക് കോൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. എപ്പോഴാണ് വർക്ക് ചെയ്തു എന്ന് പറയാ? ടു കണ്ടീഷൻസ് ആർ there. Which are they? The first one, a force should act on the object. ആ ഒബ്ജക്റ്റിന്റെ മുകളിൽ എന്ത് വേണം? ഒരു ഫോഴ്സ് ആക്ട് ചെയ്യണം. And the second condition is there should be a displacement. കാര്യം മനസ്സിലാവും? യെസ്, മനസ്സിലായതിന്റെ ഫയർ ആണ് കാണുന്നത്. സോ വി ആർ മൂവിങ് ബാക്ക് ടു അവർ സിറ്റുവേഷൻസ്. നോക്കടാ മക്കളെ, ഇവിടെ ഈ പെൺകുട്ടി ഇവിടെ ഇരിക്കുകയാണ്. ദ ഡിസ്പ്ലേസ്മെന്റ് there was very 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 less. That is why work there was less. അല്ലേടാ, ഇവിടെ വർക്ക് കുറയാൻ കാരണം എന്താ? അവൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അത് ഡിസ്പ്ലേസ് ഇല്ലാത്തതുകൊണ്ട് വർക്ക് കുറവായിരുന്നു. നാ നോക്കിയടാ, ഇവൻ ആ ബോഡി അല്ലെങ്കിൽ അവൻ തന്നെ മുകളിലേക്ക് എത്തി, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലെ ഫ്ലോറിലെത്തി, there is some displacement. so വർക്ക് കൂടുതലാണ്. ഈ ചേട്ടൻ നമ്മൾ എന്ത് പറഞ്ഞു പറ്റിച്ചു? നമ്മുടെ വണ്ടി തള്ളിയ പ്രമോലൻ നെവിൻ ചേട്ടൻ നമ്മൾ എന്ത് പറഞ്ഞു പറ്റിച്ചു? he is not making any displacement. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0 ആണ്. കാര്യം നമുക്ക് മനസ്സിലായി. സോ ഫോഴ്സ് ഉണ്ടാകണമെങ്കിൽ, വർക്ക് ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യം, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. സെറ്റ് അല്ലേടാ? യെസ്, ആ കമന്റ് ബോക്സിലെ ഫയറും ഹാർട്ടുമാണ് കാണുന്നത് മക്കളെ. യെസ്, ദിസ് ഈസ് ഇറ്റ്. സിമ്പിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി. മനസ്സിലായില്ലേടാ? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഒരു കൺഫ്യൂഷനും വേണ്ട, ഫോഴ്സും വേണം, ഡിസ്പ്ലേസ്മെന്റും വേണം. ഓക്കെ, സെറ്റ്. ഓക്കെ അല്ലേടാ? ഇത്രയേ ഉള്ളൂ കേട്ടോ. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ പോകുന്നു. എങ്ങനെയാണ് വർക്ക് ഡണ് ഇക്വേഷൻ എഴുതാൻ പറ്റുക? വർക്കിന് എങ്ങനെ നമുക്ക് ഇക്വേഷൻ എഴുതാം? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വർക്കിന് നമുക്ക് W എന്ന ലെറ്റർ വെച്ച് കാണിക്കാം. എന്ത് കാണിക്കാം? W എന്ന ലെറ്റർ വെച്ച് നമുക്ക് വർക്കിനെ കാണിക്കാം. സിമ്പിൾ ആണ് ഇക്വേഷൻ. നമ്മൾ ചെയ്യുന്നു, നമുക്കൊരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ, ഒരു റെക്ടാങ്കുലാർ ബ്ലോക്ക്. ഇമാജിൻ അതൊരു എന്താ പറയാ, ഒരു ബ്രിക്ക് ആണ്, ഒരു കല്ലാണ്, ഒരു കട്ടയാണെന്ന് വിചാരിക്കടാ. അതിന്റെ മുകളിൽ വി ആർ അപ്ലൈയിങ് സം ഫോഴ്സ്. എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ മൂവ് ടു ദിസ് സൈഡ്. അല്ലേ? ഇത് ബ്രിക്ക് ആണ്. ഇനഫ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഡിസ്പ്ലേസ്. രണ്ട് കാര്യങ്ങൾ ഉണ്ടായില്ലേടാ? നമ്മൾ ആദ്യം പറഞ്ഞ ഫോഴ്സ് വന്നു, ഡിസ്പ്ലേസ്മെന്റ് വന്നു. സോ അവിടുത്തെ വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിമ്പിൾ ആണ്. വർക്ക് W ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കത് എങ്ങനെ പറയാടാ മക്കളെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് സെന്റൻസിൽ എങ്ങനെ പറയാം? We define work to be equal to the product of, multiply the product of two things. First one the force and second one is displacement. So this is the expression for work. If the force is a constant force. Constant force in the case മാത്രമേ നമ്മൾ പഠിക്കാറുള്ളൂ. We are continuously giving a force of 5 Newton. വിചാരിക്കടാ, നമ്മൾ 5 Newton force കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. The body will displace. The work done there is simply force into displacement. നമുക്കത് എങ്ങനെ പറയാം? The product of force and displacement. Simple. Yes, ആ കാര്യം മനസ്സിലായതിന്റെ ഫയറും ഹാർട്ടും. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം യൂട്യൂബ് തന്നിട്ടുണ്ട് അല്ലേ? ആ സൈഡിൽ അതിൽ അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടും ഫയറും ഇമോജികളും പറന്ന് വരും. എടാ മക്കളെ, കുറച്ച് പേര് റെഡ് ഹാർട്ടിലും ഒന്ന് പ്രസ് ചെയ്ത് കാണട്ടെ. യെസ്, W is equal to force into displacement. നമ്മൾ കൃത്യമായി പഠിച്ചില്ലേടാ മക്കളെ? സോ ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ പഠിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. വർക്ക് W is equal to force into displacement. Force into displacement. മക്കളെ, work done by a force, ഒരിക്കൽ കൂടി പറയുകയാണ്, act on object is equal to the magnitude of force multiplied by distance moved by the multiplied by the distance moved in the direction of force. നമ്മൾ അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ ഉണ്ടായ
ഡിസ്റ്റൻസ് മൂവ്. നമ്മൾ എന്ത് സിംപ്ലി വിളിക്കും? ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കും. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫോഴ്സ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ അതിനെ ഒരു ഡയറക്ഷൻ ചേർത്താണ് പറയുക. ഫോഴ്സിനെ എങ്ങനെയാ പറയുക? ഫോഴ്സിനെ ഡയറക്ഷൻ ചേർത്താണ് പറയുക. 5 ന്യൂട്ടൺ ഫോഴ്സ് ടുവേർഡ്സ് മീ, 5 ന്യൂട്ടൺ ഫോഴ്സ് ടുവേർഡ്സ് യു, 5 ന്യൂട്ടൺ ഫോഴ്സ് ടുവേർഡ്സ് ഈസ്റ്റ്, 5 ന്യൂട്ടൺ ഫോഴ്സ് ടുവേർഡ്സ് വെസ്റ്റ്, അങ്ങനെയൊക്കെയാണ് പറയുക. ഡയറക്ഷൻ ചേർത്ത് പറയേണ്ട കാര്യമാണ് ഫോഴ്സ്. സോ ഫോഴ്സ് ഒരു വെക്റ്റർ ആണ്. ജസ്റ്റ് ആ ടേം ഒന്ന് പരിചയപ്പെടുന്നേ ഉള്ളൂ. ഫോഴ്സ് ഒരു വെക്റ്റർ ആണ്. എന്താണ്? വെക്റ്റർ. ഓക്കെ, ഫോഴ്സ് ഒരു വെക്റ്റർ ആണ്. ആ വെക്റ്ററിലെ നമ്പർ മാത്രം മതി നമുക്ക്. 5 ന്യൂട്ടൺ ടുവേർഡ് സൗത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ന്യൂട്ടൺ മാത്രം മതി. അതാണ് മാഗ്നിറ്റ്യൂഡ് എടുത്തത്. ഡോണ്ട് വറി, എന്ത് ഡയറക്ഷൻ ഒന്നും മൈൻഡ് ചെയ്യേണ്ട, മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ത് വേണ്ട? ഡിസ്റ്റൻസ് മൂവ്, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വർക്ക്, ആ വർക്കിന്റെ പ്രത്യേകത അതിന് എന്ത് മാത്രമേ ഉള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. there is no direction. വർക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് വർക്ക് ചെയ്തു? മുകളിലേക്കോ താഴേക്കോ കിഴപ്പോട്ടോ മേപ്പോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ഈസ്റ്റോട്ടോ നോർത്തോട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. വർക്ക് ഈസ് സിംപ്ലി ദ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. വർക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി. ടേം കേട്ട് പ്രശ്നം കണ്ട എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് സ്കേലാർ. സോ വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. യെസ്, ഇത്രയേ ഉള്ളൂ മക്കളെ. ഡോണ്ട് വറി, ടേം കേട്ട് പേടിക്കണ്ട. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കാര്യം എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതാ നമ്മുടെ മനോഹരനായിട്ടുള്ള ഈ ഇക്വേഷൻ. ഇതാണ് നമുക്ക് അവിടെ ആവശ്യം. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞില്ലേടാ മക്കളെല്ലാവരും? യെസ്, സിമ്പിൾ. ക്ലിയർ അല്ലേടാ മക്കളെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് പറയണം, വർക്കിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് എന്താണ് മക്കളെ? നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയാണ്. വർക്ക് W is equal to force into displacement. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? സോ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? അത് ന്യൂട്ടൺ ആണ് അല്ലെ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നമ്മൾ n വെച്ച് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് ഇതെന്താടാ? എസ് എന്താ? അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. സോ ന്യൂട്ടൺ മീറ്റർ. എന്താ വരിക? ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്റർ അല്ല നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ജൂൾ. ജെ എന്ന ലെറ്റർ വെച്ച് കാണിക്കും. സോ യൂണിറ്റ് ഓഫ് വർക്ക് ജൂൾ ആണ് മക്കളെ. ജൂൾ ആണ്. എന്താണ്? ജൂൾ, ക്യാപിറ്റൽ ജെ. ആ പേര് വന്നത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന സയന്റിസ്റ്റിന്റെ ബഹുമാനാർത്ഥമാണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. സോ ജൂൾ ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. പഠിച്ചോ മക്കളെ? ജൂൾ ഈസ് ദ യൂണിറ്റ് ഓഫ് വർക്ക്. എപ്പോഴാണ് നമ്മൾ 1 ജൂൾ എന്ന് പറയുക? ആക്ച്വലി നമുക്ക് അറിയാടാ, 1 ജൂൾ ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, സിമ്പിൾ ആയി നമ്മൾ പഠിച്ച കാര്യമാണ്. 1 ജൂൾ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ per meter. Sorry, Newton into meter. So simple ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, if the work done is said to be 1 joule, അല്ലെങ്കിൽ the work done is 1 joule when the object lacking a force is 1 Newton. The force acting on the object is 1 Newton and the displacement is 1 meter. 1 ന്യൂട്ടൺ ഫോഴ്സ് ഒരു ഒബ്ജക്റ്റിൽ കൊടുത്തിട്ട് നോക്കടാ, എൻ്റെ ഈ ഫോണിൽ ഞാൻ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ട് ഫോൺ ഞാൻ 1 മീറ്റർ ദൂരത്തേക്ക് മാറ്റി എങ്കിൽ ഞാൻ അവിടെ ചെയ്ത വർക്കാണ് 1 ജൂൾ. എന്താണ് 1 ജൂൾ? 1 ന്യൂട്ടൺ 1 മീറ്റർ. അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽ ടു 1 ന്യൂട്ടൺ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു 1 മീറ്റർ. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേടാ കാര്യം? എങ്കിൽ മക്കളെ നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ പറയാനുള്ള ക്വസ്റ്റ്യൻ, 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഞാൻ 2 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ആക്കി. എഴുതുന്നില്ല, കൃത്യമായി ശ്രദ്ധിക്കുന്ന മക്കൾക്ക് ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരാദ്യം പറയും അത് ഞാൻ ഇവിടെ നോക്കിയിരിക്കാം. മക്കളെ ക്വസ്റ്റ്യൻ ഇതാണ്, 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ അങ്ങനെ തന്നെ. വാട്ട് ഈസ് ദ അദ്വൈത് എ പിള്ളേ പറയുന്നുണ്ട് 2 ജൂൾ. കൃത്യമല്ലേടാ? സിമ്പിൾ അല്ലേ? സോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വർക്കിന്റെ യൂണിറ്റ് എന്താ? അത് ജൂൾ ആണ്. 1 ജൂൾ ഇസ് ഈക്വൽ ടു 1 ന്യൂട്ടൺ മീറ്റർ. ക്ലിയർ അല്ലേ കാര്യം? യെസ്, അദ്വൈതാണ് ആദ്യം പറഞ്ഞത്.
പിന്നെയും പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഞാൻ ജസ്റ്റ് ആ പേരൊന്ന് വായിക്കാം. രണ്ടാമത് പറഞ്ഞ ആളാരായിരുന്നു? എടാ രണ്ടാമത് പറഞ്ഞ ആളൊന്നും കാണില്ലല്ലോ. രോഹിത് സാറെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. രോഹിത് സാർ അവിടെ ഉണ്ട്. ഷാലിഹ, അഞ്ജു, നാജിയ, റിമ, നേഹ, ജാസ്മിൻ, അൻകിത്. അയ്യോ അങ്കിതിന്റെ പേരില്ല. എവരി വൺ ഫ്രം പയ്യന്നൂർ. അങ്കിതിന്റെ പേരില്ല, മാറ്റി കളഞ്ഞു. ആൻസ് മുഹമ്മദ്, ലക്ഷ്മി. യെസ്, ഇത്രയും പേര് നമ്മുടെ ആൻസർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് പേര് മുകളിലുണ്ടായിരുന്നു. അവർ അടുത്ത അവസരത്തിൽ പറയാമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. റെഡി അല്ലേടാ? യെസ്. ഇനിയാണ് നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. സീറോ വർക്ക് എപ്പോഴാണ് സീറോ ആകുന്നത്? എടാ മക്കളെ, നമ്മൾ ചില സിറ്റുവേഷൻസ് കണ്ടു അല്ലെ. നമ്മുടെ ആ അമ്മാവൻ എന്ന് വിളിക്കുക ഇയാളെ. ഇദ്ദേഹം ഇയാളല്ലടാ, എവിടെയാ തള്ളി മല ആ വലിയ പർവ്വതം തള്ളിയിരുന്ന ആളെവിടെ? അയാൾ പോയോ? അയാൾ പണി നിർത്തി പോയോടാ? യെസ്, ഇയാള് അമ്മാവൻ എന്ന് വിളിക്കട്ടോ. അമ്മാവൻ നമ്മുടെ വലിയ ആ ഒരു പർവ്വതത്തെ, മൗണ്ടെയിനെ തള്ളിക്കൊണ്ടേയിരിക്കുക. അവിടെ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ഈസ് അപ്ലൈയിങ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് വാസ് സീറോ. കണ്ടോ നിങ്ങള്? സോ വർക്ക് ഡൺ വെൻ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഒബ്ജക്ട് ഈസ് സീറോ. എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേടാ മക്കളെ, ഒന്ന് പറഞ്ഞേ. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് വാസ് സീറോ. ദാറ്റ് ഈസ് സിംപ്ലി സീറോ അല്ലേ? വൈ? നമ്മളെ ഇക്വേഷൻ എന്താടാ? W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് അവിടെ ഉണ്ടെങ്കിലും എസ് സീറോ ആണ്, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആണ്. സോ വർക്കും സീറോ ആണ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ വർക്ക് ടു ബി സീറോ. എന്താ സെക്കൻഡ് കണ്ടീഷൻ? ഇക്വേഷൻ എന്താടാ? W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഈ ഫോഴ്സ് ഇല്ലേടാ മക്കളെ, ഈ ഫോഴ്സ് സീറോ ആയാലും എന്ത് സീറോ ആവും? വർക്ക് സീറോ ആവും. ഇത് പഠിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഫോഴ്സ് സീറോ ആണെങ്കിലും വർക്ക് is equal to സീറോ ആണ്. സോ ദീസ് ആർ ടു സിറ്റുവേഷൻ വെൻ വർക്ക് ഡൺ is equal to സീറോ. മനസ്സിലായോടാ? ഫോഴ്സ് സീറോ ആയാലും ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാലും വർക്ക് സീറോ. സെറ്റ് അല്ലേ? യെസ്, സിമ്പിൾ. ക്ലിയർ ആയ കാര്യം മനസ്സിലായി അല്ലേ? സോ ഇനിയുള്ള കാര്യങ്ങളാണ് മക്കളെ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു 9th ലെവലിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചാൽ മതി. പക്ഷെ നമ്മൾ +1 എത്തുന്ന സമയത്ത് ആ ഒരു ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യുന്ന കാര്യം നമ്മൾ പഠിക്കും. അത് അപ്പോൾ നമുക്ക് കൃത്യമായി പഠിക്കാം. ഇപ്പോഴത്തെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മാത്രം മതി. സോ ദർ ആർ ടു തിങ്സ്. ഫോഴ്സ് സീറോ ആയാൽ വർക്ക് സീറോ ആവും, ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയാലും വർക്ക് സീറോ ആകും. കൃത്യമല്ലേടാ? മനസ്സിലായി? യെസ്. നാജി, റിമാർ, ഹിമാൻ. എടാ മക്കളെ, യെസ്, ഇത്രയേ ഉള്ളൂ. യെസ്, ആ 100% ഫയറും ഹാർട്ടും ഇങ്ങനെ പറന്ന് വരുമ്പോ ആ ഒരു ഉഷാർ ഇങ്ങനെ കേറി വരും അല്ലെ? യെസ്, നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായി മനസ്സിലാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ലൈക്ക് ബട്ടണോ അല്ലെങ്കിൽ അവിടുത്തെ ഫയർ ബട്ടണോ ഹാർട്ട് ബട്ടണോ എന്താച്ചാൽ ഉപയോഗിക്കാം. ദാറ്റ് ഈസ് യുവർ എന്താ പറയാ, നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ ഇഷ്ടമാണ്. യു ക്യാൻ ഡു ദാറ്റ്. ഇനിയുള്ള കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം മക്കളെ. വർക്ക് പോസിറ്റീവ് ആകുന്നുണ്ട്, അപ്പൊ എന്തും കൂടി ഉണ്ടാവും? വർക്ക് നെഗറ്റീവ് ആകുന്നുണ്ടാവും. ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ മക്കൾക്ക് വേണം. കൃത്യമായി ഇവിടെ നോക്കുക. വർക്ക് ഈസ് കൺസിഡേർഡ് ടു ബി പോസിറ്റീവ്. എപ്പോഴാണ് പോസിറ്റീവ് ആവുക? നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, ആ ബോഡിക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. മക്കളെ നോക്കടാ, നമ്മുടെ ഈ കുഞ്ഞുവാവ എന്താ ചെയ്യുന്നത്? അവളുടെ കളിപ്പാട്ടത്തെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഷീസ് അപ്ലൈയിങ് സം ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ശരിയല്ലേടാ? അവിടെ ഏത് ഡയറക്ഷനാ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്? ഷീസ് പുള്ളിങ് ദാറ്റ്, വിച്ച് മീൻസ് ഷീസ് അപ്ലൈയിങ് സം ഫോഴ്സ് ഇൻ ദിസ് ഡയറക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഏത് ഡയറക്ഷനിലാ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾസോ എലോങ് ദ സെയിം ഡയറക്ഷൻ. പാവം കുഞ്ഞാവയുടെ കയ്യിലുള്ള പാവം കളിപ്പാട്ടൻ എവിടേക്കാണോ ആ കുഞ്ഞാവ വലിച്ചത്, ആ കളിപ്പാട്ടത്തെ വലിച്ചത്, അവിടേക്ക് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ആവും. ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ കൃത്യമായി പറയാം? ഈ സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റും, ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. പഠിച്ചില്ലേടാ? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്സ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. എങ്കിൽ വർക്ക് എന്താണ്? പോസിറ്റീവ് ആണ്. എന്താ പറഞ്ഞ കാര്യം? ദാ ഇത്രയാ നമ്മൾ പറഞ്ഞത്. എഫ് ആൻഡ് എസ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. മനസ്സിലായോ കാര്യം? മനസ്സിലായില്ലേടാ? യെസ്, ഇത്രയേ ഉള്ളൂ. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും സെയിം ഡയറക്ഷനിലാണെങ്കിൽ എവിടേക്കാണോ ഫോഴ്സ് കൊടുത്തത് അവിടേക്ക് തന്നെ ഡിസ്പ്ലേസ്മെന്റ് കിട്ടിയാൽ ദാറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് വർക്ക്.
അപ്പൊ നെഗറ്റീവ് വർക്കിന്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, ഇങ്ങോട്ട് വലിച്ചു, പക്ഷെ അങ്ങോട്ടാണ് പോകുന്നത്. ആ ഒരു അവസരത്തിൽ എന്താകൂടാ? അത് നെഗറ്റീവ് വർക്കാവും. കാര്യം മക്കൾക്ക് മനസ്സിലായി അല്ലേ? എപ്പോഴാ നെഗറ്റീവ് വർക്ക് ആവുക? വി ആർ അപ്ലൈയിങ് സം ഫോഴ്സ് ബട്ട് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയി ഇവിടെ എഴുതി വെച്ചതിന് ശേഷം നോക്കാം. എഫ് ആൻഡ് എസ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പഠിച്ചോ മക്കളെ? എഫ് ആൻഡ് എസും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് വർക്കാണ്. പഠിച്ചില്ലേടാ? ഒരു സിറ്റുവേഷൻ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കാറ് ദാറ്റ് വാസ് മൂവിങ് വെരി സ്മൂത്ത്ലി വിത്ത് സം വെലോസിറ്റി. So this is a situation, an object is moving with a uniform velocity, ഒരു ഡയറക്ഷൻ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻലി കാറിന്റെ മുന്നിൽ ഏതോ ഒരു സുന്ദരൻ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. കാറിന്റെ ഡ്രൈവർക്ക് ആ കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അയാൾ ബ്രേക്ക് ചെയ്യാണ്, വിച്ച് മീൻസ് ഹീസ് അപ്ലൈയിങ് ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ. കാര്യം മനസ്സിലായോടാ? എന്താ പറഞ്ഞത്? ഹീസ് അപ്ലൈയിങ് സം ഫോഴ്സ്. ആ ഫോഴ്സ് നമ്മൾ വിളിക്കും റിട്ടാർഡിംഗ് ഫോഴ്സ്. ആ ഫോഴ്സ് എന്താ ട്രൈ ചെയ്യുക? അതിന്റെ വെലോസിറ്റി കുറയ്ക്കാനാണ് അല്ലേ? സോ ഹീസ് അപ്ലൈയിങ് റിട്ടാർഡിംഗ് ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മനസ്സിലായില്ലേ? സിമ്പിൾ ആണ് കാര്യം. വർക്ക് ഈസ് നെഗറ്റീവ്. എപ്പോ? എഫ് അങ്ങോട്ട് പോകുമ്പോൾ എസ് ഇങ്ങോട്ട് പോകുന്നു, വർക്ക് നെഗറ്റീവ്. മനസ്സിലാക്കിയോ മക്കളെ? യെസ് 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 ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആംഗിൾ ഒക്കെ പറയുകയാണെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. ഒരാൾ ഇങ്ങോട്ട് പോകുമ്പോൾ അടുത്ത ആൾ ഇങ്ങോട്ട് പോകുന്നു. ഇവിടേക്ക് ഞാൻ അമർത്തുമ്പോൾ മുന്നിലേക്ക് തന്നെ പോകുന്നു. ബ്രേക്ക് പിടിച്ച് വണ്ടിയെ പുറകിലേക്ക് വലിക്കുന്നു, വണ്ടി മുന്നിലേക്ക് പോകുന്നു. അത് നിൽക്കുന്നത് വരെ നമുക്കറിയാം. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നിൽക്കും അല്ലെ? സപ്പോസ് ഇയാൾ ഇവിടെ നിന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിലേ വണ്ടി ഇവിടെ നിൽക്കുള്ളൂ. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസ് വണ്ടി മൂവ് ചെയ്തിട്ടുണ്ട്. ഡ്യൂറിംഗ് ദാറ്റ് മോഷൻ വർക്ക് ഡൺ ബൈ ദ ബ്രേക്കിംഗ് സിസ്റ്റം വാസ് നെഗറ്റീവ്. ക്ലിയർ ആണോ മക്കളെ? ഒന്ന് പറഞ്ഞ്. ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലായ ആളുകൾ വീണ്ടും ആ കമന്റ് ബോക്സിൽ ഒരു ഹാർട്ടും ഫയറുമായിട്ട് വരണം. എന്താ മനസ്സിലാക്കേണ്ടത്? വർക്കിന്റെ ഇക്വേഷൻ W is equal to force into displacement. Work can be 0, positive and negative. ഓക്കെ അല്ലേടാ? എപ്പോഴാണ് സീറോ? എഫ് ഓർ എസ് is equal to 0 ആയാൽ വർക്ക് 0 ആണ്. ഇഫ് എഫ് ആൻഡ് എസ് ആർ along the same direction, work is positive. If F and S are along the opposite direction, work is negative. Clear ആണോ? Yes. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. പ്രീവിയസ് പിക്ചർ നോ വർക്ക് ബിക്കോസ് വർക്ക് ഹാസ് നോ ഡയറക്ഷൻ. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ അനുസരിച്ച് വർക്ക് പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ എന്ന് പറയും കേട്ടോ. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. വർക്ക് ഞാൻ ഒരു എക്സാമ്പിൾ കൂടി തരാം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, നോ വർക്ക് എന്നല്ല പറയേണ്ടത് റജീന. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മൾട്ടിപ്ലൈ നമുക്ക് വർക്ക് കിട്ടും. ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നമുക്ക് ആ വർക്കിനെ പോസിറ്റീവായിട്ട് പറയാം. ഓക്കെ അല്ലേ? ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട് ഉണ്ടായി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് പിടിക്കുന്നു, ആ ടയറിനെ കറങ്ങല്ലേ പുറകിലേക്ക് വലിക്കുന്നു, അപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് മുന്നിലേക്കാണ്. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് പറയും? അവിടുത്തെ വർക്ക് നെഗറ്റീവ് ആണെന്ന് പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി എക്സാമ്പിൾ ആണിത്. നമ്മുടെ ആ ഒരു യുവാവ് അദ്ദേഹം ബോക്സ് നിലത്ത് നിന്ന് ലിഫ്റ്റ് ചെയ്തു അല്ലേ മക്കളെ? ഇവിടെ ഞാൻ എഴുതുന്ന രണ്ട് കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. വർക്ക് ഡൺ ബൈ ബോയ്, അദ്ദേഹം ബോയ് ആണ്. രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും നമുക്ക് പറയാം. കൃത്യമായി ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുള്ള ഏരിയ ആണ്. കൃത്യമായി ശ്രദ്ധിക്കുക. വർക്ക് ഡൺ ബൈ ബോയ് കിട്ടണമെങ്കിൽ അയാൾ ചെയ്ത വർക്ക് ഹീസ് ലിഫ്റ്റിംഗ് ദാറ്റ് അപ്പ്.
അല്ലേ? ഹീസ് പുള്ളിങ് ദാറ്റ് അപ്പ്, ഫോഴ്സ് മുകളിലേക്ക്. ഹീസ് പുള്ളിങ് ദാറ്റ് അപ്പ് അല്ലേടാ. അതേ സമയത്ത് ഈ ബോക്സിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റോ, ദ ബോക്സ് വാസ് ഓൾസോ മൂവിങ് അപ്പ്. സോ വർക്ക് ഡൺ ബൈ ബോയ് ഈസ് പോസിറ്റീവ്. ഈ കാര്യം മനസ്സിലായോ? ഈ കാര്യം മനസ്സിലായോ മക്കളെ? ആ ബോയ് ബോക്സിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ വർക്ക് ഡൺ ബൈ ബോയ് വാസ് പോസിറ്റീവ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത സിറ്റുവേഷൻ നോക്കടാ. എന്താണ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബൈ എർത്ത്. എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ എന്ന് വിളിക്കുക ഗ്രാവിറ്റി എന്ന് വിളിക്കുക. സോ വെൻ ഹി ലിഫ്റ്റ് ദ ബോഡി അപ്വേർഡ് there is some other force അല്ലേ? താഴേക്ക് പിടിച്ചു വലിക്കുന്ന ആരുണ്ടടാ? ഗ്രാവിറ്റി ഉണ്ട്. മനസ്സിലായോ? നമ്മൾ ഈ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് വലിക്കുന്ന അതേ സമയത്ത് ഇതിനെ താഴേക്ക് എർത്ത് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി? ആ ഫോഴ്സ് താഴേക്കും, ഫോഴ്സ് താഴേക്കും, ഡിസ്പ്ലേസ്മെന്റ് മുകളിലേക്കുമാണ്. സോ അവിടുത്തെ ഫോഴ്സ് എന്താ? നെഗറ്റീവ് ആണ്. ഇപ്പോ മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? ക്ലിയർ ആയോ? കാര്യം പറയടാ. യെസ്. ആൾട്ടർ റോക്ക് പറയുന്നത് when force and displacement is 90 degree work done is 0. ഓഫ് കോഴ്സ് അത് കറക്റ്റ് ആണ്. നമ്മളിപ്പോ 9th ലെവലിൽ അതിനെക്കുറിച്ച് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഓക്കെ, അത് ഇക്വേഷൻ ഇങ്ങനെയല്ല, ചെറിയ ചേഞ്ചുകളൊക്കെ വരും. യെസ്. ക്ലിയർ ആണോ നാജി മോളെ? ക്ലിയർ ആണോ നാജി? ആ പറ. യെസ്, അതന്നെ എനിക്കും പറയുള്ളത്. റീമ പറയുന്ന പോലെ തന്നെ നാജി മനസ്സിലായെങ്കിൽ അത് പറ. ക്ലിയർ ആണ്. ആൾട്ടർ റോക്ക് കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? യെസ്, താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും പെർപെൻഡിക്കുലർ ആണെങ്കിൽ വർക്ക് ഡൺ 0 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ 9th നമ്മൾ തൽക്കാലം പറയുന്നില്ല. ഓക്കെ, ക്ലിയർ ആണോടാ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ നിർബന്ധമായും പറയണം. ഒന്ന് പറയടാ. സെറ്റ്. യെസ്, ജാസ്മിൻ പറയുന്നു. അൻകിത് പറയുന്നു യെസ് സാർ, യെസ് സാർ. യെസ്, വൈറ്റ് ഹാർ ജോൺ സെഗരിയ. യെസ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. യെസ്, ജോൺ സെഗരിയുടെ റെഡ് ഹാർട്ട്, ഷെസ ഫാത്തിമയുടെ റെഡ് ഹാർട്ടും ഫയറും ക്ലിയർ. അൽ അഫ്നാൻ ഷാംല ഷിബു സെറ്റാണ്. കാര്യം മനസ്സിലായില്ലേടാ? മനസ്സിലാക്കി വെക്കണം മക്കളെ. ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പോസിറ്റീവും നെഗറ്റീവും ആകാം. എന്തിനെ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അപേക്ഷിച്ചാണോ, എന്തിനെ അപേക്ഷിച്ചാണോ? ഈ ഭാഗം ഇവിടെ തീരുന്നു. ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് പോസിറ്റീവും ഗ്രാവിറ്റേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് നെഗറ്റീവുമായിരിക്കാം. ഈ ഒരു നെഗറ്റീവ് വർക്കിന്റെ കോൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം മാത്രം. യെസ്, കമന്റ് ബോക്സിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ മക്കളെ, ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ഫോർ യു. പെട്ടെന്ന് ചെയ്തോളൂ, പെട്ടെന്ന് ചെയ്തോളൂ. എ പെയർ ഓഫ് ബ്ലോക്സ് exert a force of 140 Newton on a plow. If the field is being plowed 15 meter long, how much work is done in plowing the length of field? ഒന്ന് പറഞ്ഞേടാ. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? വർക്ക് എത്ര? വർക്ക് എത്ര? W ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് എത്രയാടാ? 140 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് 15. സിമ്പിൾ, സിമ്പിൾ. ആദ്യം ആര് കമന്റ് ചെയ്യും? വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ആദ്യം ആര് കമന്റ് ചെയ്യും? ആദ്യം ഞാൻ തന്നെ എഴുതണോടാ. യെസ്, ആദ്യം ആര്? 2100 ജൂൾ. കൺഫ്യൂഷൻ ഇല്ലല്ലോ മക്കളെ. ന്യൂട്ടൺ ആണ്, SI യൂണിറ്റ് ആണ്, മീറ്റർ ആണ്. കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. യെസ്, ഫസ്റ്റ് ചെയ്തത് ജാസ്മിൻ ജി. അയ്യോ, തെറ്റായി പോയി, വെരി സോറി ജാസ്മിൻ. തേജുൽ പറഞ്ഞു കൃത്യമായിട്ട്. വിത്ത് യൂണിറ്റ് ആദ്യമായിട്ട് പറഞ്ഞത് നേഹ മെഹ്റിൻ. യെസ്, അതിനുശേഷം എല്ലാവരും യെസ്. തേജുൽ രണ്ടാമത് ശരിയാക്കിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് തേജുൽ. യെസ്, സിമ്പിൾ ആണ് കാര്യം അല്ലേ? 2100. സിമ്പിൾ, സിമ്പിൾ, സിമ്പിൾ അല്ലേടാ? ഈസി അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത്രയും പഠിച്ച കാര്യത്തിൽ? ഈസി ആയിട്ടുള്ള ചാപ്റ്റർ കൃത്യമായി നമ്മൾ പഠിച്ചു പോകുന്നു. നമ്മുടെ ഇക്വേഷൻ വർക്ക് W = F × S.
F into S, force into displacement. Okay അല്ലേടാ? പോസിറ്റീവ് ആകാം, സീറോ ആകാം, നെഗറ്റീവും ആകാം. ആ കോൺസെപ്റ്റ് മാത്രം മക്കൾ മനസ്സിൽ വെച്ചാൽ മതി. ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത കാര്യം നമ്മുടെ ആദ്യത്തെ കാര്യം വർക്ക് അവിടെ കഴിഞ്ഞു മക്കളെ. ഇമ്പോർട്ടൻ്റ് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് എനർജി. നമുക്കറിയാം നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് എനർജി അത് ഇദ്ദേഹമാണ്, അത് സൺ ആണ്. സൺ ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് എനർജി, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? സോ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടോ മക്കളെ, നമുക്ക് ലൈഫ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് എനർജി ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? ഈ ഒരു എർത്തിൽ ലൈഫ് ഉണ്ടാവണമെങ്കിൽ എനർജി ഇമ്പോർട്ടൻ്റ് ആണ്. സൺലൈറ്റ് ഇനഫ് എനർജി കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, വിൻഡ് എന്ന് എനർജി ഉണ്ടാക്കുന്നുണ്ട്, ടൈഡ് എന്ന് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അല്ലേ നമ്മൾ എനർജി ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ എനർജി നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഇവിടെ ഈ ചാപ്റ്ററിൽ വർക്ക് എനർജി ആൻഡ് പവർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന എനർജി മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി, there are a large number of energy, light energy, sound energy, electrical energy, ഒരുപാട് എനർജികളുണ്ട്. ന്യൂക്ലിയർ എനർജി, വിൻഡ് എനർജി. പക്ഷെ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കൽ എനർജി രണ്ട് പേരാണുള്ളത്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതിനെ കുറിച്ചാണ് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടത്. അതിന് മുന്നേ നമുക്ക് എനർജിയുടെ കാര്യം ഒന്ന് സമ്മപ്പ് ചെയ്ത് പോകാം. നോക്കിയേ മക്കളെ, the word energy is very often used in our daily life, but in science we give a definite and precise meaning. നമ്മുടെ സയൻസിൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ മീനിങ് ഉണ്ട്. നമ്മൾ എത്ര എനർജി ഒരു ഒബ്ജക്റ്റിന് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത്രയും കാര്യം കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് അത് എന്തോ ഒരു കാര്യം ചെയ്യുകയും ചെയ്യും. സോ സയൻസിൽ, ഫിസിക്സിൽ എനർജി എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കൃത്യമായിട്ടുള്ള കാര്യമാണ്, അത് വളരെ പ്രിസൈസ് ആണ്, നമുക്ക് വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സോ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. മക്കളെ, എന്താണ് എനർജി? ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയാണ്? എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? സോ എന്താണ് എനർജി? നോക്കിയേ മക്കളെ, ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് മൂവിങ് ക്രിക്കറ്റ് ബോൾ കാണാൻ പറ്റും അല്ലെ? ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് ബോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന് എന്തുണ്ടടാ? ഇതിന് എനർജി ഉണ്ട്. അപ്പൊ നമുക്കറിയാം, മൂവിങ് ഒബ്ജക്ട്സ് എവിടെയെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിന് എനർജി ഉണ്ട്, അതിന് കുറച്ച് ഇമ്പാക്ട് നമ്മളെ മേത്ത് ഉണ്ടാക്കാൻ പറ്റും. അത് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് ആ എനർജി കിട്ടിയത്. നമുക്കറിയാം, അറിയില്ലേടാ? ഒരു ബുള്ളറ്റ് അത് വെറുതെ നമ്മൾ ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്, നമ്മളല്ല, ആരോ ഫയർ ചെയ്യുന്ന ബുള്ളറ്റ്, ആ ബുള്ളറ്റ് വെച്ച് വെറുതെ ഇങ്ങനെ എറിഞ്ഞാൽ വല്ലതും പറ്റുമോ? ഇല്ല. അത് തോക്കിന്റെ അകത്ത് വെച്ച് ലോഡ് ചെയ്ത് ആക്കിയാൽ എന്ത് സംഭവിക്കടാ? ആ ബുള്ളറ്റിന് മൂവ് ചെയ്യണ്ട് വിത്ത് സം ഹൈ സ്പീഡ്, അതിന് എനർജി ഉണ്ട്, അതിനെ കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേടാ? അടുത്ത കാര്യം നോക്കിക്കേ, മോഷനിൽ മാത്രമേ എനർജി ഉള്ളൂ. ഇതെന്താ? വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം. ഞാൻ ഉദ്ദേശിച്ച സ്റ്റോർഡ് ഇൻ ഡാം ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒഴുകുന്നത് കാണാം. തൽക്കാലം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ വിചാരിക്കണം. ഈ സ്റ്റോർ ചെയ്ത വാട്ടറിന് എനർജി ഉണ്ട്. ആ എനർജി ഉണ്ടായതുകൊണ്ടാണ് സപ്പോസ് ഇവിടെ പൊട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഷട്ടർ തുറന്നാൽ ഒഴുകി വരുന്നത്. ഇവൻ തെങ്ങിന്റെ മുകളിൽ നിൽക്കുന്ന തേങ്ങ, മാവിന്റെ മുകളിൽ നിൽക്കുന്ന മാങ്ങ, ഇതിനൊക്കെ എന്തുണ്ട്? എനർജി ഉണ്ട്. സോ രണ്ടാമത്തെ കാര്യം പറഞ്ഞെന്താ? ഇവിടെ മോഷൻ കൊണ്ടായിരുന്നു എനർജി ഉണ്ടായത്, ഇവിടെ പൊസിഷൻ കൊണ്ടാണ് എനർജി ഉണ്ടായത്. ക്ലിയർ ആണോടാ? വേറൊരു കേസ് നോക്കിയേ, വൈൻഡിങ് എ ടോയ് കാർ. നമ്മുടെ ഈ ടോയ് കാർ പുറകിൽ കീ വെച്ചിട്ട് വൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ നിങ്ങൾ നോക്കണം മക്കളെ, ഈ ടോയ് കാറിനെ വൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് എനർജി ഉണ്ട്. നമ്മളൊരു അമ്പ് അല്ലെ, ഒരു ആരോ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ സ്ട്രെച്ച് വെച്ച് പോയിൽ ഇതിനെന്തുണ്ട്? എനർജി ഉണ്ട്. ശരിയല്ലേടാ? സോ എനർജി ഉള്ള ആളുകളാണ് ഇവരൊക്കെ എന്ത് ചെയ്യും? മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ പഠിച്ചു ഇവർക്ക് എല്ലാവർക്കും എന്തുണ്ട്? എനർജി ഉണ്ട്. സോ ഇവർക്ക് എനർജി ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? They can do some work.
എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂടാ? ഞാൻ ഈ ബോളിനെ എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ ആ ബോളിനെ അവിടെ ഇടിക്കുക എന്നും അതിന് ബാക്കിയുള്ള വർക്കും ചെയ്യാൻ പറ്റും. ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം ഞാൻ തുറന്നു വിട്ടാൽ ഒഴുകി വരിക എന്നുള്ള വർക്കും ബാക്കി വർക്കും ചെയ്യാൻ പറ്റും. ഈ ടോയ് കാർ, വൈൻഡ് ചെയ്ത ടോയ് കാർ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുക എന്നുള്ള വർക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേടാ? ശരിയല്ലേ? സോ വാട്ട് ഈസ് എനർജി? ദിസ് ഈസ് അവർ ഡെഫിനിഷൻ. ദിസ് ഈസ് അവർ ഡെഫിനിഷൻ ഫോർ എനർജി. ഇത്രയേ ഉള്ളൂ. an object having capacity to do work is said to possess energy. ആർക്കാണ് എനർജി ഉള്ളത്? നമ്മുടെ എനർജി കുറവാണെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നമുക്ക് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ് എന്ന് തന്നെയാണ്, അല്ലേ? സോ എനർജി ഉണ്ട് എന്ന് പറഞ്ഞാൽ that means that body having a capacity to do work. So simply നമുക്ക് ഇങ്ങനെ പറയാം, what is energy? It is a capacity to do work. സെറ്റ് ആണോടാ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ്. ഈ കാര്യം ക്ലിയർ ആണോ? യെസ്. ഒരുപാട് പേര് പറയുന്നുണ്ട് എബിലിറ്റി ടു ഡു വർക്ക്. ഇറ്റ് ഈസ് എ എബിലിറ്റി ടു ഡു വർക്ക്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എനർജി. സോ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എബിലിറ്റി, കപ്പാസിറ്റി ടു ഡു വർക്ക്. ക്ലിയർ ആണോടാ? യെസ്, ദിസ് ഈസ് എനർജി. ഇനി നമുക്ക് എനർജിയെ കുറിച്ച് പഠിച്ചാൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് എനർജി? എനർജി എങ്ങനെ പറയാം നോക്കണം മക്കളെ. നോക്കടാ. ദ എനർജി possessed by an object is thus measured in terms of capacity of doing work. ഒരു ഒബ്ജക്റ്റിന് കൂടുതൽ എനർജി ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഒരു ഒബ്ജക്റ്റിന് കുറച്ച് എനർജി ഉണ്ടെങ്കിൽ അതിന് കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റും. സോ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, വർക്കിന്റെ മെഷർ തന്നെയാണ് എനർജി. സോ എനർജിക്ക് വേറെ യൂണിറ്റ് ഒന്നും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വി ക്യാൻ മെഷർ എനർജി in terms of capacity of doing work. We can measure energy in terms of capacity of doing work. So രണ്ട് പേരുടെയും യൂണിറ്റ് എന്താ? യൂണിറ്റ് ഓഫ് എനർജി എന്ത് തന്നെയാണ്? that is same as that of work. Unit of energy is equal to unit of work. അവർ രണ്ടു പേരും ഒന്നാണ്. അതെന്താണെന്ന് കമന്റ് ബോക്സിൽ വരും. യെസ്, കമന്റ് ബോക്സിൽ വരും. അതെന്താടാ മക്കളെ? അത് ആരാണ്? യെസ്, ആരാദ്യം പറയും? ഞാൻ ആദ്യം പറഞ്ഞു. ആരാദ്യം പറയും? യെസ്, ദാറ്റ് ഈസ് ജൂൾ. അപ്പൊ രണ്ടു പേരുടെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? എനർജിയുടെയും വർക്കിന്റെയും യൂണിറ്റ് ജൂൾ തന്നെയാണ്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം, എനർജിയും വർക്കും രണ്ടല്ല, അവർ ഒന്ന് തന്നെയാണ്. വർക്ക് ചെയ്യാനുള്ള എബിലിറ്റി, ദാറ്റ് കപ്പാസിറ്റി ഈസ് കോൾഡ് വാട്ട്? എനർജി. യെസ്, ജൂൾ, ജൂൾ, ജൂൾ. യെസ്, യെസ്, യെസ്. അങ്കിത് ഒരുപാട് ജൂളുകൾ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേടാ മക്കളെ? ക്ലിയർ അല്ലേ കാര്യം? നമ്മൾ കൃത്യമായി പഠിച്ചു വാട്ട് ഈസ് എനർജി. എന്താണ് എനർജി? ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്ക്. സിമ്പിൾ അല്ലെ? രണ്ടാമത്തെ കാര്യം, ദ യൂണിറ്റ് ഓഫ് എനർജി. അതെന്താ? അത് ജൂൾ തന്നെയാണ്. സോ മക്കളെ കുറച്ച് കാര്യം കൂടി നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. റെഡി അല്ലേടാ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ആ ക്ലിയർ ആയ കാര്യം കമന്റ് ബോക്സിൽ ഇപ്പോൾ നിങ്ങൾ പറയണം. ഒന്ന് പറഞ്ഞേടാ, കമന്റ് ബോക്സിൽ ഇപ്പോൾ പറഞ്ഞേ. യെസ്, എവിടെ? ക്ലിയർ ആണെങ്കിൽ ആ കാര്യം യെസ്, നമ്മുടെ മക്കൾ കൃത്യമായി അത് നമ്മുടെ റെഡ് ഹാർട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം. റെഡ് ഹാർട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ റെഡ് ഹാർട്ട് ആയിട്ടും ഫയർ ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം രേഖപ്പെടുത്താം. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. മക്കളെ ഒന്ന് കാണിക്കടാ, കാര്യങ്ങൾ മനസ്സിലായി, ക്ലിയർ ആണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ വരട്ടെ. യെസ്, ക്ലിയർ, സെറ്റ്. മക്കളെ ആ ഫയർ ഇട്ടാ മതിയടാ. ഫയറോ റെഡ് ഹാർട്ടോ ആ എന്താ പറയാ കമന്റ് ബോക്സിൽ ഒന്ന് തന്നാ മതി. യെസ്, ക്ലിയർ ആണല്ലേടാ? ക്ലിയർ അല്ലേ? സോ വി ആർ മൂവിങ് ടു ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് എനർജി. സോ ഇതിലേക്ക് വരുന്നതിന് മുന്നേ മക്കളെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എങ്ങനെയാണ്? എനർജി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി രണ്ട് തരമുണ്ട്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഇവിടെ പഠിച്ചട മക്കളെ മോഷനെ കുറിച്ച് പഠിച്ചു. മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റ് എനർജി ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. രണ്ടാമത് പൊസിഷൻ കൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടോ, കൺഫ്യൂഷൻ ആവേണ്ട, പൊസിഷൻ കൊണ്ടോ അവിടെ ഉണ്ടായ ഒരു പ്രത്യേക അവസ്ഥ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടോ എനർജി ഉണ്ടാകുന്നുണ്ട്. സോ ഇതിന് വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. കൃത്യമായി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആൻഡ് വി ആർ മൂവിങ് ടു ദി ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്,
കൈനറ്റിക് എനർജി. മക്കളെ ഇനി നിങ്ങൾ കൃത്യമായി യെസ് തേജുൽ നമ്മുടെ സ്വന്തം ഇമോജി തേജുൽ എടുത്ത് കൊണ്ടുവരുന്നു അല്ലേ? തേജിനത് ഓർമ്മ ഉണ്ട് തോന്നുന്നു. നമ്മുടെ ഇമോജി ആയിരുന്നു ഷെയറിംഗ് ഹാർട്ട് ഇമോജി. യെസ് ഞാനും ഓർക്കുന്നു തേജുൽ. യെസ് വാടാ മക്കളെ കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഒബ്ജക്റ്റ് ഇൻ മോഷൻ പോസസ് എനർജി. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒബ്ജക്റ്റിന് എനർജി ഉണ്ട്. ദാറ്റ് എനർജി ഈസ് കോൾഡ് കൈനറ്റിക് എനർജി. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ദ എനർജി possessed by virtue of motion is called kinetic energy. The energy possessed by virtue of motion is called kinetic energy. ക്ലിയർ അല്ലേടാ? ഒരു ഒബ്ജക്റ്റ് മെല്ലെ മൂവ് ചെയ്യാണ് എങ്കിൽ അതിന്റെ കൈനറ്റിക് എനർജി കുറവായിരിക്കും. ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് മൂവിംഗ് ഫാസ്റ്റ് അതിന്റെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. which means our next point, simple point, kinetic energy of an object increases with speed. Kinetic energy increases with speed. ഈ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് മക്കളെ. ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ kinetic energy is equal to half mv square. ഇക്വേഷൻ എല്ലാവർക്കും അറിയാൻ എനിക്കറിയാം. ഇക്വേഷൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹാഫ് എം വി സ്ക്വയർ. മക്കളെ ഈ ഇക്വേഷൻ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. സിമ്പിൾ അല്ലേ? ഈ കാര്യം ഓർക്കണേ. നമുക്ക് ഇതിന്റെ ഒരു കുട്ടി ഡെറിവേഷൻ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ഇക്വേഷൻ വന്നുള്ള കാര്യം കൃത്യമായി പഠിക്കണം. ഇക്വേഷൻ പഠിച്ച ആളുകൾ ആ ഒരു തംസപ്പ് ഒന്നിട്ടേടാ. ക്ലിയർ ആണെങ്കിൽ ആ കാര്യം നിങ്ങൾ ഒരു തംസപ്പ് ആയിട്ട് കമന്റ് ബോക്സിൽ ഇട്ടേടാ. യെസ് കാര്യങ്ങൾ മനസ്സിലാവുന്നെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ലൈക്ക് ബട്ടൺ ഉപയോഗിക്കാം. മറന്നുപോയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് കമന്റ് വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കാര്യങ്ങൾ പറയാം. സോ വി ആർ മൂവിങ് ടു ദി ഡെറിവേഷൻ പാർട്ട്. കൃത്യമായി ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഡെറിവേഷൻ ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കൃത്യമായി നമ്മൾ കാര്യം പഠിക്കാൻ പോവുകയാണ്. ഹാഫ് എം വി സ്ക്വയർ എങ്ങനെ വന്നു മക്കളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. നമ്മൾ ഒരുമിച്ച് ഇപ്പോ ഇതാ ഇവിടെ പഠിച്ച് ആ കാര്യം തീർക്കാൻ പോകും. ചെറിയ ഡെറിവേഷൻ. So by definition we say that kinetic energy of a body moving with a certain velocity is equal to the work done on it to make it acquire that velocity. ഒന്നുമില്ലടാ. ഒരു ബോഡി is moving with some kinetic energy. എവിടെ നിന്നാണ് ആ ബോഡിക്ക് കൈനറ്റിക് എനർജി കിട്ടിയത്? എവിടെ നിന്ന് കിട്ടിയത് നിങ്ങൾ പറയും? സപ്പോസ് എ ബോഡി is moving with some kinetic energy. ഈ കൈനറ്റിക് എനർജി എവിടെ നിന്ന് കിട്ടി? That is equal to work done on the body. അല്ലേടാ? അല്ലെങ്കിൽ ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ട്. that can do some work. so work ഡണ്ണും കൈനറ്റിക് എനർജിയും സെയിം ആണ്. ഈ കാര്യം എല്ലാ മക്കൾക്കും അറിയാൻ പറ്റും. മക്കളെ ആ പറഞ്ഞ കാര്യം എന്താണെന്നറിയോടാ? നോക്കടാ. വീണ്ടും ഈ ഫോൺ ഇവിടെ റെസ്റ്റിലാണ്. ഇതിന് കൈനറ്റിക് എനർജി ഉണ്ടോ? നോ അല്ലേ? ഞാൻ ഇതിന്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. when I apply some force ഈ ബോഡി will start to move. ശരിയല്ലേടാ? സോ അപ്പ ആ സമയത്ത് അതിന് കിട്ടിയ എനർജി എന്താണ്? that is the work done on this body. ശരിയല്ലേ? ഈ ഫോണിനെ മൂവ് ചെയ്യിക്കാൻ ഞാൻ ചെയ്ത വർക്കാണ് ഈ ബോഡിക്കുള്ള കൈനറ്റിക് എനർജി. സോ സിമ്പിൾ ഇത്രേ കാര്യമുള്ളൂ. ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന വർക്കാണ് കൈനറ്റിക് എനർജി. മക്കളെ ഫസ്റ്റ് സെന്റൻസ് ഡെറിവേഷനിൽ വർക്ക് ഡൺ ഈക്വൽ ടു കൈനറ്റിക് എനർജി. നമുക്ക് തിരിച്ചെഴുതാം. നമുക്ക് കൈനറ്റിക് എനർജിക്ക് അല്ല ഇക്വേഷൻ വേണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചെഴുതുകയാണ്. കൈനറ്റിക് എനർജി ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതാൻ മക്കൾ പഠിക്കേണ്ടത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇതാ മുകളിൽ എഴുതി വെക്കുക. വി ഹാവ് അല്ലെങ്കിൽ വി നോ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു വർക്ക്. സോ അടുത്തൊരു കൺസിഡറേഷൻ എങ്ങനെയാണ്? ദിസ് ഈസ് അവർ കൺസിഡറേഷൻ. വി ഹാവ് ബോഡി ഓഫ് മാസ് എം മാസ് ഉള്ള ഒരു ബോഡി ഉണ്ട് നമുക്ക്. ഓക്കെ. ഇനീഷ്യലി ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. എന്താണ്? ഇനീഷ്യലി ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്. എത്രയായിരിക്കും അതിന്റെ വെലോസിറ്റി? ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. കൺഫ്യൂഷൻ ഉണ്ടോടാ? ദിസ് ഈസ് അവർ ബോഡി. ഇതാണ് ആ ബോഡി. അതിന്റെ മാസ് എത്രയാണ്? എം ആണ്. ഇനീഷ്യൽ വെലോസിറ്റി ബോഡി റെസ്റ്റിലാണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാടാ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു. If we apply some force അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. സോ ഫൈനൽ വെലോസിറ്റി എത്രയാടാ? അത് നമുക്ക് v എന്നും വിളിക്കാൻ പറ്റും. ഓക്കെ ആണോ മക്കളെ?
ഓക്കെ, ഞാൻ അതിന് മുകളിൽ അപ്ലൈ ചെയ്ത ഫോഴ്സ് എഫ് ആണ്. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇത്ര കാര്യം അറിയുമെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ആ ഡെറിവേഷൻ പഠിക്കും. സോ എന്താ വേണ്ടത്? വി ഹാവ് എ ബോഡി ഓഫ് മാസ് m. ഓർത്ത് വെക്കുക, വി ഹാവ് ബോഡി ഓഫ് മാസ് m. ഇനീഷ്യലി ദ ബോഡി വാസ് അറ്റ് റെസ്റ്റ്, വിച്ച് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി u equal to 0. And the body acquired some velocity v due to the applied force. ആ ബോഡിക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി, നമ്മൾ അതിനെ എസ് എന്നും വിളിക്കും. അപ്പൊ ഈ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് വർക്ക് കിട്ടില്ലേടാ? ഇത്രയേ ഉള്ളൂ കാര്യം. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. കഴിഞ്ഞൂടാ മക്കളെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. നമുക്കൊരു ഇക്വേഷൻ അറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പഠിച്ചു അല്ലേടാ? നമുക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയേ മക്കളെ നിങ്ങൾ. ആരൊക്കെയാണുള്ളത്? വി ഹാവ് എം, യു, വി, എഫ് ആൻഡ് എസ്. അപ്പൊ ഈ കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതിങ്ങനെയാണടാ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ മക്കളെ നിങ്ങൾ? ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പഠിച്ച 2 ഇക്വേഷൻ അവിടെ കൊണ്ടുവന്ന. വി ഹാവ് ദിസ് തിങ്സ് ഓൾസോ. വി ഹാവ് എഫ് ഇസ് ഈക്വൽ ടു എം എ ആൻഡ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അതിന്ന് ആ എസിനെ ഒന്ന് വിളിച്ചേ. എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ മക്കളെ. 2 കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ എഫ് ആണ് എം എ, രണ്ടാം സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ എസ് ആണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ദാ കഴിഞ്ഞടാ, തീർന്നു. എം എ ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ആരെയൊക്കെ വെട്ടാളാ മക്കളെ? എയും വെട്ടാം. സോ ഇക്വേഷൻ നമുക്ക് കിട്ടി, കൈനറ്റിക് എനർജി ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതല്ലല്ലോ സാറേ നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇവിടെയാണ് അടുത്ത കണ്ടീഷൻ. നമുക്ക് പറയാം, സിൻസ് u equal to 0, which means the body was initially at rest. അല്ലേ? സോ കൈനറ്റിക് എനർജി is equal to m into നോക്കിക്കേടാ v square minus 0 square divided by 2. സോ ഒന്ന് ഭംഗിയാക്കി എഴുതാം. കൈനറ്റിക് എനർജി is equal to half into mv square. സിമ്പിൾ ഡെറിവേഷൻ. മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഇത്ര കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടി? ആ ഡെറിവേഷൻ മാർക്ക് കിട്ടി. ചിലപ്പോൾ സമയത്ത് ചോദിക്കും. ക്ലിയർ ആണോടാ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? കാര്യം സെറ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ഒന്ന് കൃത്യമായി കമന്റ് ചെയ്തേ. കൃത്യമായിട്ട്. ആരാ? ഷാമില ഷിബു. പെർഫെക്റ്റ്. എന്താ സുന്ദരം? യെസ്, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ അല്ലേടാ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ മക്കളെ? ഇത്ര കാര്യം മതിയേ. കൈനറ്റിക് എനർജി ഈക്വൽ വർക്ക് ഡൺ ഉള്ള കാര്യം ഫസ്റ്റ് എഴുതി വെക്കുക. ഇക്വേഷൻ വർക്ക് ഡൺ ഇസ് ഈക്വൽ എഫ് ഡോട്ട് എസ് എന്നുള്ള കാര്യം നമുക്ക് എഫ് ഇൻറ്റു എസ് ആ. ഡോട്ടൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് പഠിക്കാതാണ്. ഇപ്പം ഒന്നും വേണ്ട. എഫ് ഇൻറ്റു എസ് ആണെന്ന് ഓർത്ത് വെക്കുക. സോ എഫിൻ്റെ ഇക്വേഷൻ എം എ ഉണ്ട്. യെസ്, എഫിൻ്റെ ഇക്വേഷൻ എം എ ഉണ്ട്. എസിൻ്റെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a ഉണ്ട്. യെസ്, സെറ്റാണ് കാര്യം അല്ലേടാ മക്കളെ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു 1 2 1 2 1 2 3 4 5 6 ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് പഠിച്ചാൽ ഇക്വേഷൻ ഡെറിവേഷൻ ആയി. ഓർത്ത് വെക്കണം. നമ്മൾ കൺസിഡർ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് വെക്കണം. എ ബോഡി ഓഫ് മാസ് m ഇനീഷ്യലി റെസ്റ്റ് ആയിരുന്നു. ആ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മിനിമം മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ ബെയർ മിനിമം നിങ്ങൾ എന്ത് ഓർത്ത് വെക്കണം? ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കണം. കൈനറ്റിക് എനർജി ചെയ്തുള്ളൂ ഹാഫ് mv സ്ക്വയർ. ഓക്കെ, ഹാഫ് mv സ്ക്വയർ. ഇതാണ് ഏറ്റവും മിനിമം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ. ഈ ഡെറിവേഷൻ ചില സമയത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ്. യെസ്, പെർഫെക്റ്റ്. ഓക്കെ, ഫൈൻ. ഒരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ? തീർന്നു. 2 ക്വസ്റ്റ്യൻ കൂടി നമ്മുടെ ചാപ്റ്ററിൽ ബാക്കിയുള്ളൂ. അതാണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ആയി തരാം. ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചെയ്യാം.
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ പറയണം മക്കളെ. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ആൻസർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീഡിയോ കാണുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും കൃത്യമായി മനസ്സിലായെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ എഴുതണം. അതിനൊപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസറും എഴുതണം. ഓക്കെ, സോ നോക്കണം മക്കളെ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. an object of mass 10 kg is moving the uniform velocity of 6 meter per second. What is the kinetic energy possessed by the object? Simple. Kinetic energy is equal to half mv square. m is equal to 10 is given and v is equal to 6, that is also given. അത് ചെയ്യുക, ആൻസർ ചെയ്യുക മക്കളെ. മറന്നു പോകരുതാത്ത കാര്യം v സ്ക്വയർ ഉണ്ട്, ഐ റിപ്പീറ്റ് v സ്ക്വയർ ഉണ്ട്. ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ പറയുകയാണ്, 10 into 6 square divided by 2. ഇത് കട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. വെറും മാത്തമാറ്റിക്സ് മാത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. എൻ്റെ മക്കൾ അതിന്റെ ആൻസർ കൃത്യമായി ചെയ്തിടും. ക്ലാസ് മനസ്സിലായെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ എഴുതുമെന്ന പ്രതീക്ഷയോട് കൂടി we are moving to the last question. റെഡി അല്ലേടാ? ആർ യു റെഡി? ആർ യു ഗൈസ് റെഡി? യെസ്, റെഡി ആണെങ്കിൽ ആ കാര്യം പറയണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റജീന പാട്ടൊക്കെ ആണല്ലോ. യെസ്, ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡിയാണ്. യെസ്, സോ വാട്ട് ഈസ് ദ, കൃത്യമായി നോക്കണേ, വാട്ട് ഈസ് ദ വർക്ക് ടു ബി ഡൺ? ക്വസ്റ്റ്യൻ എന്താടാ, കൈനറ്റിക് എനർജി എന്താണെന്ന് അല്ല കേട്ടോ. വാട്ട് ഈസ് ദ വർക്ക് ടു ബി ഡൺ ടു ഇൻക്രീസ് ദ വെലോസിറ്റി ഓഫ് എ കാർ ഫ്രം 18 km/h to 54 km/h if the mass of the car is 1500 kg? എന്തൊക്കെ തന്നിട്ടുണ്ടാ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്? വർക്കാണ് ചോദിച്ചത്. വർക്ക് ഡൺ ഈക്വൽ ടു എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി u is equal to 18 km/h എന്നും അല്ലേ, ആൻഡ് v is equal to 54 km/h എന്നും, അതുപോലെ തന്നെ m is equal to 1500 kg തന്നിട്ടുണ്ട്. മക്കളെ, വർക്ക് ഡൺ എങ്ങനെ കാണും? നമ്മൾ പഠിച്ചു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താടാ? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അല്ലെ, ചേഞ്ച് ഇൻ, അല്ലെങ്കിൽ നമ്മൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ പഠിച്ചില്ലേടാ, കൈനറ്റിക് എനർജി. ഇനീഷ്യലി ഒരു കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇനീഷ്യലി ഒബ്ജക്ട് റെസ്റ്റിലായിരുന്നു, കൈനറ്റിക് എനർജി 0 ആയിരുന്നു. ഇനീഷ്യൽ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് സം വെലോസിറ്റി u, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ട്. ആ ബോഡിയുടെ മുകളിൽ ഫോഴ്സ് കൊടുത്തു വർക്ക് ചെയ്തുകൊണ്ടാണ് അതിന്റെ വെലോസിറ്റി ഇത്രയായി മാറിയത്. ഈ കോൺസെപ്റ്റ് മക്കൾക്ക് അറിയാലോ. ഒരു ഒബ്ജക്ട് റെസ്റ്റിലായിരുന്നു, നമ്മൾ അതിന് മുകളിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. 0 ആയിരുന്ന കൈനറ്റിക് എനർജിക്ക് ഒരു വാല്യൂ കിട്ടി. ഓക്കെ, ഇവിടെ പറഞ്ഞ കേസ് എന്താ? ഇനീഷ്യലി ഒരു കൈനറ്റിക് എനർജി ഉണ്ട്, ബിക്കോസ് മാസ് കാണാം, ഇനീഷ്യൽ വെലോസിറ്റി കാണാം. നമ്മളൊരു ഫോഴ്സ് കൊടുത്ത് അതിന്റെ കൈനറ്റിക് വെലോസിറ്റി 54 ആക്കി. കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഉണ്ടാവും. സ്പീഡ് കൂടിയാൽ ചേഞ്ച് ഉണ്ടാവും. ആ സ്പീഡ് കൂട്ടാൻ നമ്മൾ ചെയ്ത വർക്കാണ് അവിടെ കൈനറ്റിക് എനർജിയിൽ ഉണ്ടായ ചേഞ്ച്. കാര്യം മനസ്സിലായോടാ? യെസ്, ഇത്രയേ ഉള്ളൂ. സോ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ചെറിയൊരു കാര്യം മക്കളെ അവിടെ ബാക്കിയുണ്ട്, അതിനെക്കുറിച്ച് ഒന്ന് ഓർക്കണം. അതിതാണ് ഒരു ചെറിയ കൺവെർഷനാണ് മക്കളെ. ആ കൺവെർഷന്റെ കാര്യം നമുക്കൊന്ന് നോക്കിയാലോ. 18 km/h, 18 km/h ഈക്വൽ ടു 18 into 5/18 meter/second. ഡാടാ 5 meter/second. കാര്യം കിട്ടി അല്ലേ? 5 meter/second. ആൻഡ് സെക്കൻഡ് എന്താടാ? സെക്കൻഡ് കാര്യം എന്താടാ? രണ്ടാമത് പറഞ്ഞത് എന്താടാ? v 54 kilometer, that is 54 into 5/18 meter/second. എത്ര ടൈംസ് ആടാ? 3 times. so 3 അല്ലേടാ? 3 15 meter/second. മനസ്സിലായോ മക്കളെ? കാര്യം മനസ്സിലായോ? ആൻഡ് മാസ് ഈസ് ഓൾറെഡി ഗിവൺ. എത്രയായിരുന്നു? 1500. സോ എങ്ങനെ ചെയ്യാം? ഹാഫ് ഇൻറ്റു 1500 ഇൻറ്റു ആദ്യത്തേല് 15 സ്ക്വയർ minus half into 1500 into 5 square.
സിമ്പിൾ. നമ്മൾ അവസാനത്തെ ചോദ്യത്തിന്റെ അവസാനത്തെ ഭാഗത്തേക്ക് പോവാ. ദിസ് ഇസ് 750, ഇതും 750. സോ 750 into 15 square minus 750 into 5 square. ഫൈനൽ ആൻസർ മക്കളെ നിങ്ങൾക്കായി ഞാൻ വിടുന്നു. ഈ രണ്ട് ക്വസ്റ്റ്യന്റെയും ഫൈനൽ ആൻസർ നിങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി. ക്ലിയർ അല്ലേടാ? കമന്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ രണ്ടും കൃത്യമായി കമന്റ് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്യും എത്ര പേര് ക്ലിയർ ആയിട്ട് പറയുന്നുവെങ്കിൽ അവർക്ക് ഞാൻ റിപ്ലൈ തരികയും ചെയ്യും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ. ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗത്ത് വരെ കാണാം. അപ്പോഴേക്കും നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം പറയാൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു അധ്യാപകൻ, നിങ്ങളുടെ സ്വന്തം ഒരു അധ്യാപകൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ആരാണ് അയാൾ? ആരാണ്? കമന്റ് ബോക്സിൽ ആൾ വരുന്നതിന് മുന്നേ പറയാൻ നോക്കട്ടെ. നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാത്സ് അധ്യാപകൻ അതാരായിരിക്കും? യെസ്, നമ്മുടെ സ്വന്തം മിസ്റ്റർ രോഹിത് സർ. മക്കളെ, നാളെ സർക്കിൾസ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. 2 പാർട്ട് നമ്മൾ എടുത്തിരുന്നു. നാളെ അത് ഒറ്റ പാർട്ടായിട്ട്, 1 ഷോട്ട് ആയിട്ട് നമ്മൾ ലൈവില് ഫുള്ളായിട്ട് പഠിക്കാൻ പോവാം. ഒരൊറ്റ ക്ലാസ്സിൽ സർക്കിൾസ് എന്ന ചാപ്റ്റർ നമ്മൾ മുഴുവനായിട്ട് പഠിക്കാൻ പോവാണ്. സോ കൃത്യം 7 മണിക്ക് എല്ലാ കുട്ടികളും ജോയിൻ ചെയ്തോളാം. അതോടൊപ്പം നമ്മുടെ ബീറ്റ് എക്സാമിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ബീറ്റ് എക്സാമിന്റെ ഒരു ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കൃത്യമായിട്ട് പഠിത്തം തുടങ്ങിക്കൊള്ളുക, കൃത്യമായിട്ട് പഠിച്ചോളാം. വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. സോ അടിപൊളിയായിട്ട് പഠിച്ചോളാം. ഓക്കെ, സർ കണ്ടിന്യൂ. താങ്ക് യു. സോ ഇത്രയേ ഉള്ളൂ മക്കളെ. രോഹിത് സാറിന്റെ പവർ വന്നിട്ടുണ്ട്. സോ ഈ കാര്യങ്ങൾ നാളത്തെ ചാപ്റ്റർ ക്ലാസ്സിലും പഠിക്കണം. ഈ ക്ലാസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം മക്കളെ. സോ ദാറ്റ്സ് ഓൾ. അതുവരെ see you.